രാവിലെ തന്നെ കട്ടിലേന്ന് നിരങ്ങി ഇറങ്ങി വരുന്ന നോക്കിക്കേ. നിരങ്ങി ആനേനെ പിടിച്ചോണ്ട. ആന ആദ്യം പോയി താഴെ. നീ താഴെ പോവാഞ്ഞ ഭാഗ്യം. ഓ സത്യം പറഞ്ഞാൽ ഞാനിന്ന് എനിക്ക് വീഡിയോ ഇടാൻ കണ്ടൻ്റൊന്നും ഇല്ലല്ലോ, എല്ലാ ദിവസവും ഡേ ഇൻ മൈ ലൈഫ് എങ്ങനെ ഇടണമെന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ചേട്ടനെ കണ്ടില്ല. അപ്പോൾ അമ്മ പറഞ്ഞു ചേട്ടൻ ബീഫ് മേടിക്കാൻ പോയതാന്ന് പറഞ്ഞു. ഇന്ന് സൺഡേ അല്ലേ, സൺഡേന്ന് വെച്ചാൽ അങ്ങനെയല്ല, എല്ലാ ദിവസവും എന്തെങ്കിലും ഉണ്ടാവും. എന്നാലും അപ്പോൾ ഞാൻ വിചാരിച്ചു വന്നാൽ ബീഫ് കറി ഉണ്ടാക്കുന്നത്. ഇതാ ഇന്നത്തെ കണ്ടൻ്റായി. അങ്ങനെ നിന്നേക്കാൾ വലിയ പാവയത്. നമുക്ക് ആനേനെ കറി വെക്കാം. ആനേനെ കറി വെക്കട്ടെ. ആനേനെ ഉപ്പും മുളകൊക്കെ ഇട്ടിട്ട്. പട്ടി അമ്മേനെ എടുത്തിരുന്ന് കൊഞ്ചുന്ന ഒരാളെ. മുട്ടക്കാട് പെണ്ണായി, കെട്ടിക്കാറായ പെണ്ണ് കൊഞ്ചുന്നു. എന്നെ ഒന്നും എടുക്കാൻ ആരും ഇല്ലല്ലോ, എന്നെ ഒന്നും എടുക്കാനായിട്ട്. അയ്യടാ ഓർഡറാണോ ഓർഡർ? പൊടി അവിടുന്ന്, പൊടി അവിടുന്ന്. ചായ പോലും കളിക്കിങ്ങനെ. ആന വരുന്നേ തുമ്പിക്കയ്യാലാട്ടിയാട്ടി ആന വരുന്നേ. ആനയാണോ? ആന കുഞ്ഞാനയാണോ? മുമ്പ് കളിക്കുന്നുണ്ട് ഇങ്ങനെയൊക്കെ. അങ്ങനെ കാണിച്ചേ, ഇങ്ങനെ കാണിച്ചില്ലേ? അവൾ പിടിക്കല്ല അത്ര വെയിറ്റ്, 2-3 കിലോ ഇല്ലേ? എന്തൊക്കെ വാങ്ങിച്ചേ? ആട്ടുംപൂട്ടി ഒന്നല്ല 1.5 കിലോ. ഇനി വെയിറ്റ് ഉണ്ടേ. അയ്യോ എനിക്കെന്നെ നല്ല വെയിറ്റ് ഉണ്ട്. അമ്മാമ്മ കറി വെച്ച് തരാം. അമ്മാമ്മ പോട്ടി വാങ്ങിയിട്ടുണ്ട്, അതായത് ആടിന്റെ ലിവറാണ് കുടൽ, എന്തോ ഒരു സാധനം. ഞാൻ അവൾക്ക് അപ്പവും ചിക്കനും കൊടുക്കാന്ന് വിചാരിച്ചു. ആ വെള്ളം നമ്മൾ പോട്ടിയാണ് ഉണ്ടാക്കുന്ന ആടിൻ്റെ. അപ്പം എന്താ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെത്തേക്ക് നമ്മൾ ആടിൻ്റെ അത് പീസാക്കിയിട്ട് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കണം, എന്നിട്ട് വേവിക്കണം. ആ സ്കിന്നിൻ്റെ അകത്തുള്ളതൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്ത് മാറ്റണം. ഇത് നല്ലോണം കഴുകിയിട്ട് കുക്കറിലിട്ട് വേവിക്കാൻ പോവാണ്. ഇത് ഇഞ്ചി വെളുത്തുള്ളി സവോളയാണ്. കുറച്ച് ആഡ് ചെയ്യുന്നുള്ളൂ കേട്ടോ, ഇഞ്ചി വെളുത്തുള്ളി പിന്നെ കറിവേപ്പില. ബാക്കി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടു. കുറച്ച് നല്ല 1 സ്പൂൺ അല്ലേ, 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതാ കുറച്ച് മുളക് പൊടി. ഇത് ഇത്ര 1.5 കിലോ ഉണ്ട് കേട്ടോ, അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ഇടുന്നത്. മുളക് പൊടി രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഇടുന്നത്, എരിവുള്ളതും എരിവില്ലാത്തതും. ഇനി മീറ്റ് മസാല 3, നമ്മൾ സ്പൂൺ കണക്കല്ല, അപ്പം നിങ്ങൾ എനിക്ക് സ്പൂൺ വെച്ച് പറഞ്ഞു തരാമല്ലോ, കാരണം നമ്മൾ സ്പൂണിലല്ല ഇട്ടത്. അപ്പം നിങ്ങൾ ഒരു ആവശ്യത്തിന് എത്രയാണോ വേണ്ടതെന്ന് നോക്കിയിട്ട് അങ്ങനെ ഇടാം. നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിക്കുന്നില്ല, കാരണം ഇതിൻ്റെ അകത്തുനിന്ന് തന്നെ വെള്ളം ഇറങ്ങും. വെള്ളം ഒഴിക്കാതെയാണ് നമ്മൾ വെക്കുന്നത്. കുറച്ച് കുരുമുളക് പൊടി ഇടണോ? അതെടുക്കാൻ ഇതിൻ്റെ അകത്ത് കുറച്ച് ഗരം മസാലയും കൂടി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് അടുപ്പിൽ വെക്കുക. നമ്മളിപ്പോൾ 3 വീസിലാണ് വേവിച്ച് നോക്കുന്നത്. എന്നിട്ട് അത് എടുത്തിട്ട് വെന്തോ നോക്കും, എന്തെങ്കിലും എടുക്കും, അല്ലെങ്കിൽ ഒന്നും കൂടെ വെക്കും. ഇത് ഗരം മസാല കേട്ടോ. എല്ലാം കൂടെ മിക്സ് ചെയ്യുക, വെക്കുക. ഇനി നമ്മൾ എണ്ണ ഒഴിച്ചിട്ട് സവോള ഇട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മൾ കുക്കറിൽ വെച്ചിട്ട് വേവിച്ചെടുത്ത ആ ഇറച്ചി ഇതിൻ്റെ അകത്തേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഡ്രൈ ആക്കി എടുക്കാം. ഈ സമയത്ത് വെന്തിട്ടില്ലെങ്കിൽ നമുക്ക് ഇതിൻ്റെ അകത്തിട്ട് വേവിച്ചെടുക്കുകയും കൂടി ചെയ്യാം കേട്ടോ. അത് സവോളയും അതിൻ്റെ കൂടെ കുരുമുളക് പൊടിയും കൂടി ഇടുന്നുണ്ട്. ഇനിയിപ്പോൾ വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ, കുക്കറിൽ വെച്ചിട്ട് വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്തിട്ട് വെച്ച് വേവിച്ചാൽ മതി. ഇതിൻ്റെ ഇടയിൽ ഇതാ ബീട്രൂട്ടും മെഴുക്ക് വരട്ടിയും കൂടെ ഉണ്ടാക്കുന്നുണ്ട്. നമ്മുടെ ആടിൻ്റെ പോട്ടിയുടെ
ഫൈനൽ ലുക്ക് വന്നിരിക്കുന്നത്. നല്ല കളറ്, നന്നായിട്ട് ഡ്രൈ ആയിട്ട് നല്ല കളറൊക്കെ ആയിട്ടുണ്ട്. ഇനി ചോറിന് എന്താ, ഇന്നത്തെ ചോറിന് പോട്ട് ഫ്രൈ ഉണ്ട്, പിന്നെ ബീറ്റ്റൂട്ട് മെഴുക്കുവരട്ടി ഉണ്ട്, ചമ്മന്തിപ്പൊടി ഉണ്ട്. പുള്ളി കഴിഞ്ഞ് വന്നപ്പോൾ അമ്മയും മകളും കൂടെ ഇവിടെ കൊതുകിനെ കൊല്ലുക. വൈകുന്നേരം എന്നും ഇത് തന്നെ പണി. നല്ല കൊതുകുണ്ട്. പിടിക്കാൻ പോകുന്നു. എനിക്ക് കട്ടൻ കാപ്പി, അമ്മയ്ക്ക് കട്ടൻ ചായ, പിന്നെ ഞങ്ങളുടെ സ്നാക്സ്, അമ്മയുടെ മിക്സർ, എൻ്റെ കേക്ക്, ഇനി ഈന്തപ്പഴം, ഇത് അവളുടെ ഫ്രൂട്ട്സ്. കുറച്ച് ഡ്രസ്സൊക്കെ വാഷ് ചെയ്യാനിട്ടു. ഇപ്പോൾ സമയം ഒരു 7:30 ആവാറായിട്ടുണ്ട്. ഇനിയിപ്പോൾ എനിക്ക് കുറച്ച് ക്ലീൻ ചെയ്യാനുണ്ട്. അതായത് ഞങ്ങളുടെ ഫസ്റ്റ് ഫ്ലോറ് അടിച്ച് തുടച്ച് ക്ലീൻ ചെയ്യാനുണ്ട്. ഇന്ന് സാറ്റർഡേ അല്ലേ. പിന്നെ എന്താ, കുറച്ച് ഡ്രസ്സ് എക്സ്ട്രാ അലക്കാനുണ്ട്. അതിൻ്റെ അകത്ത് ഫുള്ള് തികയില്ല. അപ്പോൾ ഇത് അലക്കി കഴിഞ്ഞിട്ട് ഇതിടണം. ഞാൻ ആഴ്ചയിൽ, അതായത് 3 ദിവസം കൂടുമ്പോഴാണ് അലക്കാനിടുന്നത്. കാരണം എൻ്റെ ഹസ്ബൻഡിൻ്റെ മാത്രമേ വാഷിംഗ് മെഷീനിട്ട് അലക്കുന്നുള്ളൂ. ബാക്കി കൊച്ചിൻ്റെയും അച്ചാച്ചൻ്റെയും അമ്മയുടെയൊക്കെ താഴെ കല്ലായിട്ടാണ് അലക്കുന്നത്. ഫുള്ള് മെസ്സായി കിടക്കുക. ഇത് കുറേ ഡ്രസ്സും ഇതാ മടക്കി വയ്ക്കാനുണ്ട്. ഇതാ അയൺ ചെയ്തുകൊണ്ട് വന്ന ചേട്ടൻ്റെ ഷർട്ടുകളൊക്കെയാണ്. ഇതൊക്കെ എടുത്ത് വെക്കണം. കുറേ പരിപാടിയുണ്ട്. അതിവിടെ ഭയങ്കര സ്റ്റൈലിൽ കിടന്നുകൊണ്ടൊക്കെയാ പാല് കുടിക്കുന്നത്. ഓർക്കം വരുന്നുണ്ടെന്ന് തോന്നുന്നു. പാല് ചോദിച്ചു കൊടുത്തു കഴിഞ്ഞപ്പോൾ നോക്ക്, ടിവിയും കാണണം, കിടക്കുകയും ചെയ്യണം, പാലും കുടിക്കണം. 10 മണിയായി. ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ്. ഇന്ന് ചോറാണ് കഴിക്കുന്നത്. ക്രിസ്മസ് പപ്പയാണോ? ആരാ ആനയുടെ പഞ്ഞി എടുത്ത? ആരാ? കൈ പൊക്കിക്കേ. എന്തിനാ ആനയുടെ പഞ്ഞി എടുത്തേ? പോലീസിനെ വിളിക്കട്ടെ ഞാന്? ഇവിടെ നോക്ക, പോലീസിനെ കൂടെ പിടിപ്പിക്കട്ടെ ഞാന്? വിളിക്കട്ടെ ഞാൻ? ഇന്നലെ അമ്മ പഞ്ഞല്ല അങ്ങനെ ചെയ്യരുതെന്ന്. ആന ചത്തു പോകും നിന്റെ ആന. നോക്കിക്കോ, ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ ആന ചത്തു പോകും കേട്ടോ. ആ, ഞാൻ പോലീസിനെ വിളിക്കും ഇപ്പൊ തന്നെ. വിളിച്ചിട്ട് പോലീസിനെ, നിന്നെ കൊണ്ട് പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചിട്ട് നിന്നെ ഇവിടെ നിക്ക. ഇങ്ങ വാ, ആനേനെ ഇങ്ങതാ. കണ്ണേതാ? മൂക്കേതാ? വായേതാ? ചെവി ഏതാ? കൈ ഏതാ? കാലേതാ? കാല് പൊക്കി കാണിച്ചേ. കാലിങ്ങനെ കാണിച്ച്. ആ, കാല്. ജാക്കി ബൗബു പട്ടി എങ്ങനെയാ കുറയ്ക്കുന്നത്? എങ്ങനെ ജാക്കി എങ്ങനെ കുറയ്ക്കുന്നത്? മാമ എങ്ങനെ കരയുന്നേ? കാക്ക എങ്ങനെ കരയുന്നേ? ആന എങ്ങനെ കരയുന്നേ? പടക്കം എങ്ങനെയാ പൊട്ടുന്നേ? എങ്ങനെ? അപ്പോഴും ബൈക്ക് എങ്ങനെയാ ഓടുന്നേ? ബൈക്ക് ഓടി പോയോ? ബൈക്ക് ഓടി പാലയിൽ ചെന്നോ? ഞങ്ങൾ അപ്പം വരുന്ന ടാറ്റാ ബൈ ബൈ കൊടുക്കുന്ന എങ്ങനെയാ? ഉമ്മ കൊടുക്കുന്ന എങ്ങനെയാ? ബൈ ബൈ പറയുന്ന എങ്ങനെയാ? ടാറ്റ കൊടുക്കുന്ന എങ്ങനെയാ? ടാറ്റ എങ്ങനെയാ കൊടുക്കുന്നേ? അച്ചച്ച വരുന്ന നോക്കിയിരിക്കായിരുന്നു. ഉറങ്ങാതെ. സമയം 11:30 ആയി. ഉറക്കമില്ല.